നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് പരാതി. പിലാത്തറയിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം. കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സമാപിച്ചു. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. വരും നാളുകൾ ഉറക്കമില്ലാത്ത രാത്രികൾ. ചെറുപുഴ പഞ്ചായത്തിൽ 102ഉം ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ 106ഉം പെരിങ്ങോം പഞ്ചായത്തിൽ 66ഉം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ബുധനാഴ്ച 3 മണിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം. ഇതോടെ മത്സരത്തിന്റെ സ്വഭാവവും ചിത്രവും ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിഞ്ഞാൽ ഈ കണക്കിൽ നിന്ന് ഡമ്മി സ്ഥാനാർത്ഥികൾ ഇല്ലാതാകും. മലയോരത്തെ ഓരോ പഞ്ചായത്തുകളിലും ത്രികോണ മത്സരമാണ് അരങ്ങേറുക. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ 16 വാർഡുകളിൽ LDFും UDFും BJPയും തമ്മിലാണ് മത്സരം. ചെറുപുഴ പഞ്ചായത്തിൽ UDFിനകത്ത് മുസ്ലിം ലീഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ലീഗിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള 2 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമുണ്ട്. കൂടാതെ ഇവിടെ LDF, UDF, BJP, SNDP സഖ്യം എന്നിവർ തമ്മിലാണ് മത്സരം. എന്നാൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDFും UDFും ഇടതുമുന്നണിയും തമ്മിലാണ് ഇവിടെ മത്സരം അരങ്ങേറുക. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിലുള്ള DDFിന്റെ 16 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ്, ഇടത് സ്വതന്ത്രയും മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭയിൽ പത്രിക സമർപ്പിച്ചത് 118 പേർ. UDFും LDFും മുഴുവൻ സീറ്റിലും BJP 30 സീറ്റിലുമാണ് പത്രിക സമർപ്പിച്ചത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ 50 പേരും കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ 47 പേരും പത്രിക സമർപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് 13 ഡിവിഷനിൽ 12 എണ്ണത്തിലാണ് BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിൽ പ്രാപ്പൂയിൽ സ്ഥാനാർത്ഥി ഷാജി SNDP BJP പിന്തുണയോടെയാണ് മത്സരിക്കുന്നത്. 13 സ്ഥാനാർത്ഥികളിൽ 6 പേർ സ്ത്രീകളുമാണ്. മറ്റു പഞ്ചായത്തുകളിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ 14-ൽ 8ഉം കരിവള്ളൂർ പെരളം 14-ൽ 6ഉം പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ 16-ൽ മുഴുവൻ സീറ്റിലും ചെറുപുഴയിൽ 19-ൽ 17 സീറ്റിലും എരമത്ത് 17-ൽ 13-ലും രാമന്തളിയിൽ 15-ൽ 11 സീറ്റിലും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇതാദ്യമായാണ് ഇത്രയധികം സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതെന്നാണ് BJPയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. രാമന്തളി UDFിൽ ഭിന്നത. കോൺഗ്രസും മുസ്ലിം ലീഗും ചേരിതിരിഞ്ഞ് മത്സരത്തിന്. ഇരു പാർട്ടികളും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. നേരിയ വ്യത്യാസത്തിൽ ഭരണം മാറിയും മറിഞ്ഞും രാഷ്ട്രീയ ശ്രദ്ധ നേടിയ രാമന്തളി പഞ്ചായത്തിൽ UDFിൽ പടലപ്പിണക്കം സജീവമായി. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ പഞ്ചായത്തിലെ 15 വാർഡുകളിലും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസും മുസ്ലിം ലീഗും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. നിലവിലെ 15 വാർഡുകളിൽ 5 വാർഡുകളിൽ മുസ്ലിം ലീഗിനും 2 വാർഡുകളിൽ കോൺഗ്രസുമാണ് വിജയിച്ചത്. ഇതിൽ കോൺഗ്രസ് വിജയിച്ച പാലക്കോട്ടെ 9ാം വാർഡ് ഇത്തവണ കോൺഗ്രസിന് നൽകാനാവില്ലെന്ന ലീഗ് നിലപാടാണ് തർക്കത്തിന് വഴി തുറന്നത്. 9-ന് പകരം 11-12 വേണമെന്ന് കോൺഗ്രസ് ഉറച്ച നിലപാടെടുത്തതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു.
സീറ്റ് നിലയിൽ ധാരണയാകുന്നതിനായി നിരവധി വട്ട ചർച്ചകൾ നടന്നുവെങ്കിലും ഇരുവിഭാഗത്തിന്റെയും കടുംപിടുത്തം UDFിലെ കാര്യങ്ങൾ വഷളാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണകളായി പാലക്കോട്ടെ ഒരു വാർഡിൽ കോൺഗ്രസ് ജയിച്ചു വന്നിരുന്നുവെന്നും ഇത്തവണ കോൺഗ്രസിന് സീറ്റ് നിഷേധിച്ചതിനാൽ പ്രവർത്തകർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ടെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. രാമന്തളി പഞ്ചായത്തിൽ UDFിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. UDF മീറ്റിംഗിൽ അത് അംഗീകരിക്കാൻ ലീഗ് തയ്യാറാവാത്തതുകൊണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ 9ാം വാർഡ് ഹരിജൻ സംവരണമായതിനാലാണ് കോൺഗ്രസിന് സീറ്റ് നൽകിയതെന്നും ലീഗിന്റെ പരമ്പരാഗത സീറ്റ് തിരിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂവെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. സിറ്റിംഗ് സീറ്റായ 9-10 വാർഡുകൾ കോൺഗ്രസിന് കഴിഞ്ഞ 3 ടൈമുകളിലായിട്ട് മത്സരിക്കാൻ വിട്ടുകൊടുത്തതാണ്. ആ സീറ്റ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ ഇത്തവണയും വിട്ടുകിട്ടണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് അനുവദിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ ബുധനാഴ്ച രാവിലെ തന്നെ UDFിലെ ഇരു പാർട്ടികളും പത്രിക സമർപ്പിച്ചു. 8 വാർഡുകളിൽ മുസ്ലിം ലീഗും 15 സീറ്റുകളിൽ കോൺഗ്രസും പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. UDFിലെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ മേൽഘടകങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ട് രമ്യതയിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ജില്ലയിൽ UDF പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന രാമന്തളി പഞ്ചായത്തിൽ പോര് മുറുകുന്നത് നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ 1ാം വാർഡ് ITയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊരുത്തക്കേട് നേതൃത്വത്തിന് തലവേദനയാകുന്നു. ലീഗിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ V. അനീസ് സ്വതന്ത്രനായി പത്രിക സമർപ്പിച്ചു. വാർഡിൽ അനീസക്കുള്ള ജനപിന്തുണ തെളിയിക്കുന്ന തരത്തിലാണ് പത്രികാ സമർപ്പണവും നടന്നത്. ITയിൽ നിന്നും പർദ്ദയണിഞ്ഞ സ്ത്രീകളടക്കം പ്രകടനമായി വന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുസ്ലിം ലീഗിലെ ഉമ്മക്കുൽസുവാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ അട്ടിമറിച്ച നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അനീസയെ മത്സരരംഗത്തിറക്കിയതെന്ന് വിമതപക്ഷം പറയുന്നു. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്താനുള്ള കാരണം അവിടുന്ന് കൗൺസിലിംഗ് ചേർന്ന് 21 മെമ്പർമാരെടുക്കുകയും അതിൽ 13 മെമ്പർമാർ അനീസയുടെ പേര് പറയും, 8 മെമ്പർമാർ കുള്ളൂർ പേര് പറഞ്ഞു. അങ്ങനെ ഇതപരിശോധനയിൽ ഭൂരിപക്ഷമുള്ളവർക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു. ആ പഞ്ചായത്ത് കമ്മിറ്റി വീണ്ടും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കുന്നത് 12 തുല്യതയാണ്. അങ്ങനെ തുല്യത ഒരു വോട്ടിന് സാധ്യത നമ്മളവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തുന്നത്. അത് ജനകീയ മുന്നണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ഥാനാർത്ഥി ITയിലെ ഭൂരിപക്ഷം അനീസയുടെ മുമ്പിൽ അണിയുറച്ച് നിൽക്കുന്നു. 21 പേർ ചേർന്ന കൗൺസിലിൽ 13 പേർ അനീസയുടെ പേര് നിർദ്ദേശിച്ചതായാണ് അറിയുന്നത്. എന്നാൽ 8 പേരുടെ അഭിപ്രായമാണ് നേതൃത്വം മുഖവിലക്കെടുത്തതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് കടുത്ത തീരുമാനമെടുത്തതെന്നും അനീസയ്ക്കൊപ്പമുള്ളവർ പറയുന്നു. സമാന രീതിയിൽ മെട്ടമ്മൽ വാർഡിലും മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പറും വാർഡ് സെക്രട്ടറിയുമായ C. ഇബ്രാഹിമും റബ്ബർ സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. ടിക്കറ്റ് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പാർട്ടി ടിക്കറ്റ് വേണം, അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് നിന്നുള്ള ഒരാൾക്കും മതിയാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരും ഞാൻ സ്നേഹിക്കുന്നവരും പറഞ്ഞു, നീ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും നിന്നെ വിജയിപ്പിക്കും. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് വന്നത്. തൃക്കരിപ്പൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സത്താർ വടക്കുംപാടാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. C. ഇബ്രാഹിമിന്റെ വാക്കുകളിലേക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. GD നായർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ ചർച്ച ചെയ്യുവാനും തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി രൂപീകരിക്കുവാനുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇപ്പോഴെങ്കിലും നടത്താനായിട്ടുള്ളത് ഉമ്മൻചാണ്ടിയും അതുപോലെ UDF സർക്കാരും തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള ആലോചനകളിലായിട്ടാണ് മുന്നോട്ട് പോയത്. തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ആവുന്നത്രയും ശ്രമിച്ചുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ GD നായർ പറഞ്ഞു. മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. K. നാരായണൻ, മാധവൻ, T. ഗോപാലൻ, M. രാഘവൻ എന്നിവരും സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. BJP രാമന്തളി മണ്ഡലം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാമന്തളി പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്തിൽ ആദ്യമായി മുഴുവൻ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണം പൂർത്തിയാക്കിയത്. തൃക്കരിപ്പൂർ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ ഇടതു വലത് മുന്നണികളുടെയും BJPകളുടെയും പത്രികാ സമർപ്പണം പൂർത്തിയായി.
തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നും സ്ഥാനാർത്ഥികളും UDF നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തുകയും വരണാധികാരി ഇ രാജേന്ദ്രൻ മുൻപാകെ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. 20 വാർഡുകളിലായി 10 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും 7 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും 4 JDU സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. കരിവള്ളൂരിൽ LDF പ്രചാരണ രംഗത്ത്. തൊഴിൽശാലകളിലും കടകളിലും എത്തി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു. കരിവള്ളൂരിൽ LDF സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് ഒരുപടി മുന്നിലെത്തി. സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ പ്രചരണത്തിനിറങ്ങി. തൊഴിൽശാലകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമാണ് സ്ഥാനാർത്ഥികൾ കയറിയിറങ്ങി വോട്ട് ചോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ സിവിലിൽ നിന്ന് മത്സരിക്കുന്ന P ജാനകി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന PV യശോദ എന്നിവർ തൊഴിലാളികളെ കണ്ട് വോട്ട് ചോദിച്ചു. P കുഞ്ഞികൃഷ്ണൻ, MV അപ്പുക്കുട്ടൻ, P നാരായണൻ, P ഇന്ദിര എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 12 വാർഡുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ഒരു കൈ നോക്കാൻ UDFും രംഗത്ത്. ആകെയുള്ള 14 വാർഡുകളിൽ 12 എണ്ണത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതിൽ മുന്നണി മര്യാദ പ്രകാരം ഒരു സീറ്റ് മുസ്ലിം ലീഗിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. LDFിന്റെ ഉറച്ചക്കോട്ടയായ ഈ പഞ്ചായത്തിൽ ഇക്കുറി അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകർ. മാത്തിൽ കോൺഗ്രസ് മന്ദിരത്തിൽ നിന്നും പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ശങ്കരൻ കൈതപ്പുറം, P ഗോവിന്ദൻ, M രമേശൻ, V ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അങ്കത്തട്ട്. ഭരണം നിലനിർത്താൻ UDFും കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ LDFും കോപ്പുകൂട്ടുമ്പോൾ BJP SNDP സഖ്യം പരമാവധി വോട്ട് പിടിക്കാനും രംഗത്ത്. ഒപ്പം UDF അവഗണിച്ച തങ്ങളുടെ ശക്തി തെളിയിക്കാൻ മുസ്ലിം ലീഗും ശ്രമിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിൽ മതസൗഹാർദ്ദത്തിന് പേരെടുത്ത ചെറുപുഴ പഞ്ചായത്തിൽ പുളിങ്ങോം മഖാമും ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പുളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രവും വടക്കേ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപുഴ അയ്യപ്പ ക്ഷേത്രവും കുടിയേറ്റക്കാരായ ക്രൈസ്തവരുടെ വിവിധ ആരാധനാലയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ചെറുപുഴ പഞ്ചായത്ത്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമായി 36,328 പേർ താമസിക്കുന്ന ഈ പഞ്ചായത്ത് 15 വർഷം മുൻപ് പെരിങ്ങോംവേക്കര പഞ്ചായത്തിൽ നിന്ന് വിഭജിച്ചുണ്ടായതാണ്. ആദ്യ ഭരണം UDFിലെ പൈതലൻ ദാമോദരൻ പ്രസിഡന്റായും 2ാം തവണ കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്ത LDFും 3ാം തവണ LDFിൽ നിന്ന് പിടിച്ചെടുത്ത റോഷി ജോസ് പ്രസിഡന്റായി UDF ഭരണസമിതിയും ഭരിച്ചു. ഒരു ഭാഗം കർണാടക ഫോറസ്റ്റും മറുഭാഗം തേജസ്വിനിപ്പുഴയും അതിരുകളായിട്ടുള്ള ചെറുപുഴ പഞ്ചായത്തിൽ ചെറുപുഴ പുഴയ്ക്ക് കുറുകെ 3 കോൺക്രീറ്റ് പാലങ്ങളും നിർമ്മാണത്തിലിരിക്കുന്ന ചെക്ക് ഡാമുമുണ്ട്. അനുദിനം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ചെറുപുഴയുടെ വളർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പഞ്ചായത്ത് ഓഫീസും ഈ പഞ്ചായത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്നു. 19 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ 10 സീറ്റുകൾ വനിതകൾക്കും ബാക്കിയുള്ളവയിൽ 2 SC/ST വിഭാഗക്കാർക്കും നീക്കിവച്ചിരിക്കുന്നു. കേരള കോൺഗ്രസും കോൺഗ്രസ് എസും UDFും CPMും CPIയും CMBയും അടങ്ങുന്ന LDFും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ UDF അവഗണിച്ച മുസ്ലിം ലീഗും SNDP BJP സഖ്യവും ഇരുമുന്നണികളുടെയും ഉറക്കം കെടുത്തുന്നു. ഇതിനേക്കാൾ ഏറ്റവും വലിയ സവിശേഷത ചെറുപുഴ പഞ്ചായത്തിലെ ചെറുപുഴ അടക്കമുള്ള ടൗണുകളെല്ലാം വനിതാ സംവരണമായതും മത്സരിക്കാൻ കുപ്പായം തുന്നിയിരുന്ന പല നേതാക്കന്മാർക്കും നിരാശയാണ് സമ്മാനിച്ചത്. മുഴുവൻ സീറ്റുകളിലും എല്ലാ മുന്നണികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എങ്കിലും ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് UDFിന് തലവേദന സൃഷ്ടിക്കും. അതുപോലെ SNDP വിഭാഗങ്ങളിൽ നല്ലൊരു ശതമാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരായതുകൊണ്ട് BJP SNDP സഖ്യത്തിന്റെ വരവ് ഇടതുപക്ഷത്തിനും തലവേദനയാകുമെന്ന് ഉറപ്പ്. എന്തുതന്നെയായാലും എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയോടെ മത്സരിക്കുന്നുണ്ടെങ്കിലും വിജയം എവിടെയെന്നതറിയാൻ 7ാം തീയതി വരെ കാത്തിരിക്കാം. മറ്റു വാർത്തകളിലേക്ക്. വൻകിട ഹോട്ടലുകളിലെ മോഷണക്കേസിലെ പ്രതിയെ പയ്യന്നൂർ പോലീസ് തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആന്ധ്ര സ്വദേശിയാണ് തെളിവെടുപ്പിനായി ചെന്നൈയിലെത്തിച്ചത്. ചെന്നൈ രാമപുരം ബത്താനിയ നഗറിൽ താമസിക്കുന്ന കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലും വീട്ടിലും എത്തിയാണ് പോലീസ് കവർച്ചാ സാധനങ്ങളായ 9ഓളം LCD TVകൾ പിടിച്ചെടുത്തത്.
മോഷണ മുതലുകളായ ടി.വികൾ പ്രധാന പ്രതിയായ സതീഷ് രാജപ്പൻ 8,000 രൂപ മുതൽ 9,000 രൂപ വരേക്ക് കൃഷ്ണകുമാറിന് വിൽപ്പന നടത്തുകയായിരുന്നു അത്രേ. എന്നാൽ മോഷണ സാധനങ്ങളാണ് ഇവയെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് കൃഷ്ണകുമാർ പോലീസിനോട് പറഞ്ഞത്. ചെന്നൈ, ആലപ്പാക്കം, വാസരവാക്കത്ത് ഓൺലൈൻ വഴി ഇത്തരം സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ആളാണ് കൃഷ്ണകുമാർ എന്ന് പോലീസ് പറഞ്ഞു. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുത്ത് അവിടെയുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുവന്ന ഒരു സംഘത്തെയാണ് ഇവിടെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 പേരെ ഇതിനു മുമ്പേ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന സതീഷ് രാജപ്പൻ എന്നയാൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ആന്ധ്രയിൽ വെച്ചിട്ട് റെനിഗുണ്ട എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യും. അയാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് 9ഓളം LCD TV-കൾ പോലീസ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഈ TV-കളെല്ലാം തന്നെ കണ്ണൂർ, അതുപോലെ പയ്യന്നൂർ, എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഹോട്ടലുകളിൽ നിന്നും മോഷണം ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. എടാട്ടെ ഗ്രീൻ പാർക്ക്, കണ്ണൂരിലെ മസ്കറ്റ് ബാച്ച് റിസോർട്ട്, മലബാർ റെസിഡൻസി, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ മോഷണം നടത്തിയത്. സഹായികളായ അരുൺകുമാർ, വിക്കി എന്ന സുന്ദർ പ്രകാശ് എന്നിവരെ ആദ്യം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. രാജപ്പൻ നായരുടെ മകനായ സതീഷിനെ ആന്ധ്രയിലെ രേണുഗുണ്ടയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. മോഷണം മുതൽ കണ്ടെടുക്കുന്നതിനായി SI AV ദിനേശ്, ASI ടി മാത്യു, CPOമാരായ ശശിധരൻ കക്കറ, ഗണേഷ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയുമായി ചെന്നൈയിലേക്ക് പോയത്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഭരണരംഗത്ത് എന്തെങ്കിലും ഒരു അസ്ഥിരതയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. സാമൂഹ്യമായി, സാമ്പത്തികമായി രാജ്യം വലിയ വെല്ലുവിളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണൂരിൽ നടക്കുന്ന ഫെഡറേഷന്റെ 16ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് സംഘടനകളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ പ്രസിഡന്റ് PV തമ്പാൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി K. രാമചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി കരാറുകാരുടെ മക്കളിൽ നിന്ന് SSLC+2 ഉന്നത വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. സെൻട്രൽ കമ്മിറ്റി അംഗം അബ്ദുൽ കരീം, ജില്ലാ സെക്രട്ടറി K. രത്നാകരൻ, പ്രസിഡന്റ് M. സുകുമാരൻ, PM ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചർച്ച, വരവ് ചെലവ് കണക്ക് അവതരണം, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു. ഹോട്ടലിൽ മോഷണം പതിവായതിനെ തുടർന്ന് മനമടുത്ത് ഹോട്ടലുടമ സ്ഥാപനം അടച്ചുപൂട്ടാനൊരുങ്ങുന്നു. പയ്യന്നൂർ മുകുന്ദ ആശുപത്രിക്ക് സമീപത്തെ തെക്കുംകര ബാലകൃഷ്ണനാണ് ഹോട്ടൽ അടച്ചുപൂട്ടാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 4ാം തവണയും കള്ളൻ കയറിയതോടെയാണ് ഹോട്ടലുടമയ്ക്ക് മനമടുത്തിരിക്കുന്നത്. കള്ളൻ പാചകം ചെയ്തതിൻ്റെയും ഭക്ഷണം കഴിച്ചതിൻ്റെയും അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാനും പാത്രങ്ങൾ കഴുകാനും അടുക്കള ശുചിയാക്കാനും ഇനിയുമാകില്ലെന്ന നിലപാടിലാണ് ബാലകൃഷ്ണൻ. ഇന്നലെ പതിവ് പോലെ അടുക്കളയുടെ ഗ്രിൽസ് തകർത്താണ് ഇവിടെ കയറിയത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന 9 അയലയെടുത്ത് കറിയും പുട്ടുമുണ്ടാക്കി കഴിച്ചാണ് സ്ഥലം വിട്ടത്. 2 ദിവസം മുമ്പ് കയറിയ ഭക്ഷണപ്രിയനായ കള്ളൻ 7 അയലയെടുത്ത് പൊരിക്കുകയും പൊറോട്ട ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. സമീപത്തെ വിവിധ ഹോട്ടലുകളിൽ മോഷ്ടാവ് നിരവധി തവണ കയറുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തിരുന്നു. ഇവിടങ്ങളിൽ പല തെളിവുകളും ബാക്കി വെച്ചിട്ടും മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് പോലീസിന്റെ അനാസ്ഥയെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ സേഫ്റ്റി കൊണ്ട് ഞാൻ പറഞ്ഞ എന്തിനു വരിക്കും ഞാൻ നമ്മൾ വോട്ട് ചെയ്യുക, നമ്മൾ മറ്റേ നികുതി അടക്കുക, ലൈസൻസ് അടക്കുക, എന്തിൻ്റെ ആവശ്യമില്ല. ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കേസാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേരളം കുട്ടിച്ചോറ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹോട്ടൽ നടത്താൻ കഴിയില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. പയ്യന്നൂരിലെ ഭക്ഷണപ്രിയനായ കള്ളൻ കടങ്കഥയാവുകയും പോലീസിന്റെ അനാസ്ഥ തുടർക്കഥയാവുകയും ചെയ്യുമ്പോൾ പയ്യന്നൂരിലെ ജനജീവിതം ദുസ്സഹമാകുകയാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തോട് മുന്നോടിയായി നടത്തിയ നെൽകൃഷി വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം ആചാരസ്ഥാനികൻ രാമചന്ദ്രൻ വെളിച്ചപ്പാട് ഉദ്ഘാടനം ചെയ്തു. അനുഷ്ഠാനങ്ങൾ കാലക്രമേണ ആധുനികതയ്ക്ക് വഴിമാറിയപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ അനുഷ്ഠാനങ്ങളിലും പ്രകടമായി. എങ്കിലും വിശ്വാസത്തിന്റെ കൈപിടിച്ച് തെയ്യങ്ങളും ഉത്സവങ്ങളും മുറതെറ്റാതെ ഇന്നും നടന്നുവരുന്നു. ആധുനികതയിലും പഴയ പാരമ്പര്യത്തെ കൈവിടാതെ സൂക്ഷിക്കാൻ കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്ര സ്ഥാനികരും കമ്മിറ്റിക്കാരും നാട്ടുകാരും നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ്
വയലിൽ വിളഞ്ഞു നിൽക്കുന്ന ഈ കതിരുകൾ. ജനുവരിയിൽ കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട ദിവസം ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അന്നദാനം നടത്തുന്നതിനായാണ് നെൽകൃഷി നടത്തിയത്. പൂർണ്ണമായും ജൈവരീതിയിൽ ഒരേക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കൊയ്ത്തുത്സവം ക്ഷേത്രം ആചാരസ്ഥാനികൻ രാമചന്ദ്രൻ വെളിച്ചപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ടി തമ്പാൻ അധ്യക്ഷനായി. ടി വി കരുണാകരൻ പണിക്കർ, ടി വി ശശി, വി വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ആചാരക്കാർ, കാരണവന്മാർ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമിതി അംഗങ്ങൾ, ഗോപാൽ യു പി സ്കൂൾ സീഡ് ക്ലബ്ബ് അംഗങ്ങൾ, കർഷക തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊയ്ത്തുത്സവം നടന്നത്. പെരുങ്കളിയാട്ട കലവറയിലേക്ക് ആവശ്യമായ പച്ചക്കറികളും ഇതേ രീതിയിൽ കൃഷി ചെയ്തു വരുന്നു. 32 വർഷത്തിനു ശേഷമാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നത്. ജനുവരി 7 മുതൽ 10 വരെയാണ് കളിയാട്ടം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവള്ളൂർ പലിയേരി മൂകാംബിക ക്ഷേത്രം നവരാത്രി പൂജാ മഹോത്സവത്തിന് തുടക്കമായി. കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പി കരുണാകരൻ എം പി നിർവഹിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ്, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുക്കുന്നത്. ഇവിടെ വ്യക്തമാക്കിയതുപോലെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ദീപം തെളിയിക്കുക എന്ന ചടങ്ങിന്റെ അർത്ഥം മനസ്സിലേക്ക് അറിവിന്റെ വെളിച്ചം പകരുക എന്നതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി കരുണാകരൻ എം പി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കരിവള്ളൂർ രാജൻ അധ്യക്ഷനായി. ടി ടി പവിത്രൻ, പി കെ മണി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഫ്രണ്ട്സ് കുളങ്ങര അവതരിപ്പിച്ച കലാസന്ധ്യയും അരങ്ങേറി. നവരാത്രി ഉത്സവം 23 വെള്ളിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കലാ സാംസ്കാരിക പ്രവർത്തകനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന തൃക്കരിപ്പൂരിലെ സി കുഞ്ഞിക്കണ്ണന്റെ 5ാം ചരമവാർഷിക ദിനാചരണം. കുഞ്ഞിക്കണ്ണൻ സ്മാരക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂരിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന സി കുഞ്ഞിക്കണ്ണന്റെ 5ാം ചരമവാർഷിക ദിനത്തിൽ ചെറുകാനത്ത് വെച്ച് കുഞ്ഞിക്കണ്ണന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ടി വി ബാലകൃഷ്ണൻ, വി കെ ചന്ദ്രൻ, ഇ ബാലകൃഷ്ണൻ, വി വി കൃഷ്ണൻ, പി സി ഗോപാലകൃഷ്ണൻ, ടി അജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പൊതുയോഗവും അനുസ്മരണ പ്രഭാഷണവും നടന്നു. കെ കരുണാകരൻ മേസ്ത്രി, പി അമ്പു, വി വി അജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. കരിവള്ളൂരിലെ നിരാലംബരായ അപ്പൂഞ്ഞിക്കും കുടുംബത്തിനും ഒരു കൈ സഹായവുമായി KSSPU കരിവള്ളൂർ പെരളം യൂണിറ്റ്. നെറ്റ്വർക്ക് വാർത്തയുടെ തുടർന്നാണ് ഇങ്ങനെയൊരു ശ്രമം നടത്തിയത്. 2 വൃക്കകളും തകരാറിലായി ശാരീരിക അവശത അനുഭവിക്കുന്ന കരിവള്ളൂരിലെ അപ്പൂഞ്ഞിക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയ്ക്കും മകൾക്കും ഒരു കൈസഹായവുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനും കരിവള്ളൂർ നെടുവപ്പുറം ശ്രീനാരായണപുരം ക്ഷേത്ര സംരക്ഷണ സമിതിയുമെത്തി. സമൂഹത്തിൽ അവശത നേരിടുന്നവരെ സഹായിച്ചാൽ മാത്രമേ മനുഷ്യധർമ്മം നിറവേറ്റുകയുള്ളൂ എന്ന് തുക കൈമാറിക്കൊണ്ട് KV കുഞ്ഞിരാമൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. PV കുഞ്ഞിക്കണ്ണൻ, P വിജയൻ മാസ്റ്റർ, AV നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശ്രീനാരായണപുരം ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി PP നായർ, P രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് സെക്ഷൻ തല പൊതുയോഗം തൃക്കരിപ്പൂരിൽ നടന്നു. ഡിവിഷൻ സെക്രട്ടറി വി ജനാർദ്ദനൻ സംഘടനാ ക്ലാസ് എടുത്തു. KSEB ഹിതപരിശോധനയുടെ ഭാഗമായി തൃക്കരിപ്പൂർ സെക്ഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പൊതുയോഗം AK ഭാസ്കരന്റെ അധ്യക്ഷതയിൽ CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാം നമ്പർ CITU വർക്കേഴ്സ് അസോസിയേഷൻ. CITU തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി K ജനാർദ്ദനൻ, K രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് രേണുവൻ ഉദിനൂരിന്റെ വൈദ്യുതി പ്രതിപാദ്യ വിഷയമാക്കി ഓട്ടംതുള്ളലും അരങ്ങേറി. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പ്രൊഫസർ മുണ്ടശ്ശേരി അവാർഡ് നേടിയ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമത്തെ സ്കൂൾ PTA അനുമോദിച്ചു. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉപഹാരം നൽകി. NV രാജീവൻ അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ TV ചന്ദ്രൻ, ഡോക്ടർ N മണികണ്ഠൻ, പ്രിൻസിപ്പൽ E ജനാർദ്ദനൻ, N ജയശങ്കർ എന്നിവർ സംസാരിച്ചു. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് പരാതി. വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞു. പിലാത്രയിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം. വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. പതിവായി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്നും വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ പയ്യന്നൂർ കണ്ണൂർ റൂട്ടിലോടുന്ന ലിംറാസ് ബസ് തടഞ്ഞത്. തുടർന്ന് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. വാക്കേറ്റത്തെ തുടർന്ന് ഡ്രൈവർ ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റി ട്രിപ്പ് നിർത്തിവെച്ചു. പരിയാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കൊഴുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ പെരളം മാക്കീൽ ഓഡിറ്റോറിയത്തിൽ കഥകളി അവതരണം സംഘടിപ്പിച്ചു. അത് കാണികളായിട്ടുള്ള മുമ്പിലിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയാണ് രസം. സ്കൂൾ ബാലസഭ സ്പീക്ക് മാക്കിയുടെ സഹകരണത്തോടെയാണ് കഥകളി അവതരണവും സോദാഹരണ ക്ലാസും സംഘടിപ്പിച്ചത്. നളചരിതം 1-ാം ദിവസമാണ് അവതരിപ്പിച്ചത്. സ്കൂൾ ലീഡർ നിവേദ് സിയു അധ്യക്ഷനായി. സി രാധാമണി ടീച്ചർ, അക്ഷയ് ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഥകളി 2 മണിക്കൂറോളം നീണ്ടുനിന്നു. കഥകളി കാണാൻ രക്ഷിതാക്കളടക്കം നിരവധി പേരാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത്. കൈതപ്രം എഞ്ചിനീയറിംഗ് കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയറിംഗ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന പ്രദർശനം ശ്രദ്ധേയമായി. നൂതന സാങ്കേതിക വിദ്യയുടെ അത്ഭുത പ്രപഞ്ചം കാഴ്ചക്കാർക്ക് മുന്നിൽ തുറന്നാണ് പ്രദർശനം സമാപിച്ചത്. ഹൈഡ്രിക്കൽ അലാറം മുതൽ വിവിധ എഞ്ചിനീയറിംഗ് ഉപാധികളായ റോളർ ബിയറിംഗ്, ഗിയർ, ഷോക്ക് അബ്സോർബർ, ഫിൽട്ടർ തുടങ്ങി എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾ പ്രദർശനത്തെ ശ്രദ്ധേയമാക്കി. പ്രദർശനം തയ്യാറാക്കിയ ഡിപ്പാർട്ട്മെന്റിനുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ടങ്ങാളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കളരിപ്പയറ്റ് അരങ്ങേറി. കണ്ടങ്കാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കുന്നരു ജീവ കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് അരങ്ങേറി. നവരാത്രി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെണ്ടമേളം അരങ്ങേറ്റം, തിരുവാതിര, സംഗീതാർച്ചന, സംഗീതസന്ധ്യ, നൃത്തസന്ധ്യ, ആധ്യാത്മിക പ്രഭാഷണം, ഭജന തുടങ്ങിയവ നടക്കും. നവരാത്രി മഹോത്സവത്തിന്റെ സമാപന ദിവസമായ 23 വെള്ളിയാഴ്ച എഴുത്തിനിരുത്തൽ, വാഹനപൂജ എന്നിവ ഉണ്ടാകും. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്വസ്ഥ വൃത്ത വിഭാഗത്തിന്റെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും കടന്നപ്പള്ളി സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗ പരിശീലനം സമാപിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ഉഷാകുമാരി നിർവഹിച്ചു. അപ്പോൾ ഈ 42 കുട്ടികൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ രാവിലെ എണീക്കുന്നതിനും അതുപോലെ ഈ യോഗ ക്ലാസ് ഇവിടെ വന്ന് അഭ്യസിക്കുന്നതിനും എല്ലാത്തിനും ഒരു മനസ്സ് കാണിച്ച അവരെ ഞാൻ ആദ്യമേ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. PTA പ്രസിഡന്റ് OK നാരായണൻ നമ്പൂതിരി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായി. സ്വസ്ഥവൃത്ത വിഭാഗം ഹെഡ് ഡോക്ടർ സരസ പദ്ധതി വിശദീകരിച്ചു. ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R ശ്രീകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഭിലാഷ്, യോഗ ഇൻസ്ട്രക്ടർ കൃഷ്ണദാസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. 42ഓളം കുട്ടികൾ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം കേരള ക്ഷേത്രേതര കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കോറമംഗലം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടന്നു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ 13 മുതൽ 23 വരെ നടക്കും. നവരാത്രി സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കോറമംഗലം നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. തുടർന്ന് AK ശ്രീജാതിജേഷിന്റെ കീർത്തനാലാപനവും തൃക്കരിപ്പൂർ രാഗാഞ്ജലിയുടെ സംഗീതാർച്ചനയും നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രചന ഗ്രാമം വെസ്റ്റിന്റെ 12ഓളം കുട്ടികളും മറ്റു വാദ്യകലാകാരന്മാരും ചേർന്ന് നടത്തിയ ചെണ്ടമേളം അരങ്ങേറ്റം നടന്നു. KV മണിയുടെ ശിക്ഷണത്തിലാണ് ചെണ്ടമേളം അഭ്യസിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്താർച്ചന, ഭക്തിഗാനാമൃതം, സംഗീത കച്ചേരി, സംഗീതാർച്ചന തുടങ്ങിയവയും 22-ന് മഹാനവമി നാളിൽ ഗ്രന്ഥപൂജയും സരസ്വതി പൂജയും, വിജയദശമി നാളിൽ വിദ്യാരംഭവും സംഗീതാർച്ചനയും പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ബാഹുല്യം, ജനങ്ങളിൽ അധികാരഭ്രമം കൂടുകയാണോ? പ്രതികരണങ്ങൾ. സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം ജനാധിപത്യത്തിൽ ഒരു സ്വാഭാവികം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു വ്യക്തമായ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വെച്ചിട്ടാണ്
പ്രചരണം നടത്തുന്നത്. എന്നാൽ സ്വതന്ത്രന്മാരൊക്കെ വന്നിട്ട് ഈ പ്രവർത്തനത്തിൽ ചില പ്രവർത്തനത്തിൽ നിന്ന് പൊതുവിലെ ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ശരിയായ ആളെ തന്നെ സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഓരോ വോട്ടർമാരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ സ്ഥാനാർത്ഥി അതുപോലെ മത്സരരംഗത്തിൽ വിമതരും വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് ഇപ്പോൾ കാണുന്നത്. അതൊരു പ്രധാന പ്രശ്നമായി കാണുന്നതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി വർദ്ധിക്കാൻ കാരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓരോരാളിപ്പോൾ സാമുദായികമായി സംഘടിച്ചിട്ട് കേരളത്തിൽ ഈ കലുഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിമോഹം എന്തുണ്ട്, ഇപ്പോൾ ധാരാളം യുവാക്കൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ആൾക്കാർ യുവാക്കളുടെ തള്ളിക്കയറ്റമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നു കാരണം അധികാരത്തിലെത്തണം എന്നുള്ള ചിന്താഗതി കോൺഗ്രസ്സിലായാലും ലീഗിലായാലും എല്ലാ വിഭാഗങ്ങളിലും ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥികൾ കൂടി വരുന്നത്. കൂടിയത് കൊണ്ട് അധികാരമായിട്ടെന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു വശമാണെന്ന് പറയാം. എല്ലാ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. അറിയിപ്പുകൾ. ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ഒക്ടോബർ മാസ ചലച്ചിത്രമേള 16-17 തീയതികളിൽ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പൊതുജനങ്ങൾക്ക് ചലച്ചിത്രമേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർക്കുള്ള 2014-15 വർഷത്തെ ഡിവിഡൻഡ് വിതരണം ഒക്ടോബർ 19 മുതൽ നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം 31-ാം വാർഷിക സമ്മേളനം ഒക്ടോബർ 17 ശനിയാഴ്ച പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ നടക്കും. ലോക കൈകഴുകൽ ദിനത്തോടനുബന്ധിച്ച് വലിയജാൽ ഗവൺമെന്റ് LP സ്കൂൾ ആരോഗ്യ ക്ലബിന്റെയും മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 1 മണിക്ക് ശുചിത്വ ബോധവൽക്കരണ ക്ലാസും രക്ഷിതാക്കൾക്ക് സോപ്പ് നിർമ്മാണ പരിശീലനവും നടത്തുന്നു. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ തായമ്പക പഞ്ചാരിമേളം അരങ്ങേറ്റം ഒക്ടോബർ 15, 17, 18 തീയതികളിൽ നടക്കും. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് ചികിത്സാ സഹായ സമിതി കനിവിന്റെ ഉദ്ഘാടനവും ആദ്യ ഫണ്ട് സ്വീകരണവും സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പും ഒക്ടോബർ 18 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നന്ദലാല ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ പയ്യന്നൂർ മണ്ഡലം 10-11 വാർഡ് സമ്മേളനം ഒക്ടോബർ 17 ശനിയാഴ്ച രാവിലെ 9:30 കാനായി സൗത്ത് പ്രിയദർശിനി മന്ദിരത്തിൽ നടക്കും. UDF പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ ഒക്ടോബർ 15 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് പരാതി. പിലാത്തറയിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം. കുഞ്ഞിമംഗലം വടക്കൻകൂവൽ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.